അടുത്ത പോയിന്റ്, മെയിൻ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മക്കളെ, ഈ എ ബി എന്ന് പറഞ്ഞ ഡയമീറ്റർ ആണ്. ഇപ്പൊ നമ്മളൊരു ട്രയാങ്കിൾ വരച്ച് ഈ സി എന്ന് പറഞ്ഞ പോയിന്റ് ഈ സർക്കിൾ, സെമി സർക്കിളിന്റെ അകത്താണെങ്കിൽ എപ്പോഴും മോർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. നമ്മുടെ ഈ ആംഗിൾ എന്ന് പറയുന്നത് മോർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കാം, ഈ നമുക്ക് തന്നിരിക്കുന്ന ഒരു ആംഗിൾ എ സി ബി ഈക്വൽ ടു എന്തായിരിക്കും? മോർ ദാൻ 90 ഡിഗ്രിയേക്കാൾ എപ്പോഴും കൂടുതലായിരിക്കും, ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. കാരണം ഒരു സെമി സർക്കിളിനകത്ത് ഡയമീറ്റർ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഈ ഒരു ട്രയാങ്കിളിൽ ഈ സി എന്ന് പറയുന്ന പോയിന്റ് എപ്പോഴും എങ്ങനെയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ ഇഫ് ഈ ജോയിൻ ദ എൻഡ് ഓഫ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ടു എ പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും. അങ്ങനെ ഇവിടെ വരുന്ന എന്താണ്? സെമി സർക്കിളിനകത്ത് ഈ ആംഗിള് 90 ഡിഗ്രിയേക്കാൾ എന്താണ്? കൂടുതലാണെങ്കിൽ ഈ പോയിന്റ് എപ്പോഴും എവിടെയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു സെമി സർക്കിളിന്റെ ഇൻസൈഡ് സെമി സർക്കിൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു സെമി സർക്കിൾ വരും, ഒരു ആംഗിൾ, ഈ സെമി സർക്കിളിനകത്ത് ഈ ഒരു ആംഗിള് നമ്മൾ ഇവിടെ തന്നേക്കുവാണ്. ഈ ആംഗിൾ ഒരു 120 ഡിഗ്രി തന്നേക്കുവാന്ന് വെച്ചോ. ഇത് തന്നിട്ട് നിങ്ങളോട് ചോദിക്കും, എ ബി നമുക്ക് തന്നിട്ടുണ്ട്, ഈ സി എന്ന് പറഞ്ഞ പോയിന്റ് 120 ഡിഗ്രി തന്നിട്ടുണ്ടെങ്കിൽ സി ഈസ് എവിടെയാന്ന് ചോദിക്കും. സി ഈസ് ദ പോയിന്റ് ഓൺ ദ ഇൻസൈഡ് സർക്കിൾ ആയിരിക്കും. ഈ ഒരു ക്വസ്റ്റിനകത്ത് സി എന്ന് പറയണ എവിടെ ആയിരിക്കും മക്കളെ? സി ഈസ് ദ പോയിന്റ് ഇൻസൈഡ് സർക്കിൾ ആയിരിക്കും. സി ഈസ് ദ പോയിന്റ് ഇൻസൈഡ് സർക്കിൾ ആയിരിക്കും. ഇൻസൈഡ് സർക്കിൾ ആയിരിക്കും. ഇവിടെ വേറെ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇപ്പൊ നമ്മളൊരു ആംഗിൾ തന്നേക്കാണ്, ആംഗിൾ നമുക്ക് ഇവിടെ തന്നേക്കുവാണ് 140 ഡിഗ്രി ആണെങ്കിൽ ഈ 140 ഡിഗ്രി എന്ന് പറയണത് എവിടെയായിരിക്കും? ഇങ്ങനെ ആംഗിൾ ഇപ്പൊ നമുക്കൊരു ആംഗിൾ വെറുതെ തന്നിട്ട് അവർ ചോദിക്കും 140 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സി എന്ന് പറയുന്ന പോയിന്റ് എവിടെയായിരിക്കും? 140 ഡിഗ്രി ഇൻസൈഡ് സർക്കിൾ ആണോ, ഔട്ട്സൈഡ് സർക്കിൾ ആണോ, ഓൺ ദ സർക്കിൾ ആണോ എന്ന് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഇവിടെ നോക്കിയാൽ 140 ഡിഗ്രി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ എവിടെയായിരിക്കും മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും. ഇൻസൈഡ് സർക്കിൾ ആയിരിക്കും. ഈ സർക്കിളിന്, സെമി സർക്കിളിന്റെ ഇൻസൈഡ് ആയിരിക്കും നമുക്ക് വാല്യൂ വരുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇനി ട്രയാങ്കിൾ എ ബി സി, ഡ്രോ എ സർക്കിൾ. ഈ ട്രയാങ്കിൾ എ ബി സിയെ ബേസ് ചെയ്ത് നമ്മൾ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എ ബി എന്ന് പറയുന്ന ഡയമീറ്റർ ആയ വെയർ സി ഇസ് ദ പോയിന്റ് ഓൺ ദ സർക്കിൾ, ഈ പോയിന്റ് സി എന്ന് പറയുന്നത് എവിടെയാണ് കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിക്കേ, ആംഗിൾ 110 ഡിഗ്രി അല്ലേ മക്കളെ? 110 ഡിഗ്രി ആണെങ്കിൽ അത് 90-നേക്കാൾ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഈ സെമി സർക്കിളിൽ ഈ സി എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയായിരിക്കും? ഇൻസൈഡ് സർക്കിൾ ആണോ, ഔട്ട്സൈഡ് സർക്കിൾ ആണോ, ഓൺ ദ സർക്കിൾ ആണോ? അപ്പൊ നമുക്ക് തന്നേക്കണം ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ഈ ട്രയാങ്കിളിന്റെ മെഷർമെന്റ് 90 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ അപ്പൊ നിങ്ങൾ എന്ത് എഴുതിക്കോളണം? ദാറ്റ് ഈസ് ഈക്വൽ ടു സി ഇസ് ദ പോയിന്റ്. സി ഇസ് ദ പോയിന്റ് എവിടെയായിരിക്കും പോയിന്റ് വരുന്നത്? പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും. ഇൻസൈഡ് ദ സർക്കിൾ, സർക്കിളിന്റെ അകത്തായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിനകത്ത് ആംഗിൾ മെഷർമെന്റ് എന്ന് പറയുന്നത് 110 ഡിഗ്രി ആണെങ്കിൽ, ആ എ ബി ഡയമീറ്ററും ആണെങ്കിൽ 90-ൽ കൂടുതൽ വന്നാൽ എപ്പോഴും ആ സർക്കിൾ എവിടെ ഇരിക്കും? ആ പോയിന്റ് സി എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയായിരിക്കും? ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും.